ഹലോ, എന്നുണ്ട് എല്ലാവരുടെയും വിശേഷം. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ചോറ് കഴിഞ്ഞപ്പോൾ കുറച്ച് അരി എടുത്തിടുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ താമസിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തിനടുത്താകണു. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആദ്യമൊക്കെ വന്നപ്പോൾ ഇത് ഒരു വീടാക്കി എടുക്കാൻ തന്നെ നമ്മൾ കുറച്ച് പാടുപെട്ടു. ഒരു 2 ഇയേഴ്സിൻ്റെ അടുത്തൊക്കെ എടുത്തു. ഇപ്പോഴും എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള കുറേ ഐറ്റംസ് ഒന്നും വാങ്ങി തീർന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഷോപ്പ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് എന്താ കാര്യം. നമ്മളതിൽ ഇല്ല. നമ്മളതിൽ സംഭവങ്ങളില്ല. നമ്മളൊരു വീടായിട്ട് താമസിക്കുമ്പോൾ ഒത്തിരി 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 സാധനങ്ങൾ ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോ തവണയായിട്ട് ഒറ്റയടിക്ക് നല്ല കുറച്ചൊക്കെ ആയിട്ട് വാങ്ങി വരുന്നുള്ളൂ. കിച്ചണിലേക്കൊക്കെ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യം വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ വാങ്ങിയതാണ് ഈ ഒരു എയർ ഫ്രയർ. നമ്മുടെ ഗ്യാസിൻ്റെ അപര്യാപ്തതയൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ മൈൻഡേ ചെയ്തിരുന്നില്ല. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഒരെണ്ണം വാങ്ങിക്കുന്നു. അപ്പോഴൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ പ്രോപ്പർ ടൈം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതൊരു വെറൈറ്റി ഐറ്റാണ്. അതേപോലെ തന്നെ എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്ന് വേറെ ഇറങ്ങിപ്പോയ ഒരു ഐറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ബേജ് കളറുള്ള സോസ് പാനാണ്. ഇത് തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി മക്കളെ. ഓഫ്ലൈനൊക്കെ ഞാൻ തപ്പി നടന്നിരുന്നു, പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, സോസ് പാന് വലിപ്പം കൂടുതലായിരുന്നു കേട്ടോ. ഇതാവുമ്പോൾ 2-3 പേർക്കുള്ള ചായയൊക്കെ അനായാസം ഇതിലുണ്ടാക്കാം. ഇവിടെ ചായ കുടിക്കാൻ ഞാൻ മാത്രമാണ് കേട്ടോ, അതുകൊണ്ട് ഇതന്നെ ധാരാളമാണ്. കാണാൻ നല്ല ക്യൂട്ടാണ്. ഓഫറിന് കിട്ടിയപ്പോൾ വേഗം തന്നെ ഞാൻ പോയി വാങ്ങിച്ചു കേട്ടോ. ഉദ്ഘാടിക്കാൻ നേരത്തെ ചായ കുടിക്കാൻ 2-3 പേര് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് കുറച്ചധികം പാലെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീട്ടിലൊക്കെ പാല് കാച്ചൽ നടത്തില്ലേ, അതുപോലെയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം കേട്ടോ. വന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ചായയിലിട്ടതും അങ്ങോട്ട് നിറഞ്ഞ് തുളുമ്പി എൻ്റെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ആകെ നാശകോശമാക്കി കേട്ടോ. എന്നാലും എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയും ആഗ്രഹിച്ച് ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ നല്ല പഴുത്തൊരു റെഡ് ലേഡി പപ്പക്കായ ഉണ്ടായിരുന്നു. അതൊക്കെ ചെത്തി കഴിച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു.